ഹലോ നമസ്കാരം. ഇന്നൊരു കുഞ്ഞ് അൺബോക്സിങ് വീഡിയോ ആണേ. ഇങ്ങനൊരു കണ്ടൻറ്റ് നമ്മുടെ ചാനലിൽ ഇതാദ്യമാണ്. ഞാനൊരു റിംഗ് ലൈറ്റും ട്രൈപോഡും വാങ്ങിച്ചു. അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്നത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി. ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷത്തോളമായി. അപ്പോൾ ഇതുവരെ ഞാൻ ട്രൈപോഡൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളൊരു ട്രൈപോഡായിരുന്നു ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ വൻ കോമഡിയാണ്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആ ട്രൈപോഡ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് എന്നെ ഒന്ന് കണ്ടു നോക്കുക. ആദ്യം നമുക്ക് റിംഗ് ലൈറ്റ് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് എഴുതിയിട്ടുള്ളത് LED റിംഗ് ഫിൽ ലൈറ്റ് എന്നാണ്. പിന്നെ താഴെ കുറച്ച് യൂസേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഫിൽ ലൈറ്റ് ആൻഡ് ബ്യൂട്ടി ഫേസ്, മേക്ക് ഫേസ് ആൻഡ് ഐ ഇൻ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇത് ഞാൻ ഓൺലൈനായിട്ടല്ല വാങ്ങിച്ചത്, ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. കോഴിക്കോടുള്ള ഗൾഫ് ബസാറിലെ ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഈ റിംഗ് ലൈറ്റിൻ്റെ പ്രൈസ് 400 രൂപയാണ്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഈ റിംഗ് ലൈറ്റിൽ മൊബൈൽ ഹോൾഡർ ഫിറ്റ് ചെയ്തിട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായി. അപ്പോൾ ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ്. സെൻറ്ററിലുള്ളത് മൊബൈൽ ഹോൾഡർ ആണ്. ഇത് നല്ല ഫ്ലെക്സിബിൾ ആണ്. എത്ര വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വളയ്ക്കാനൊക്കെ പറ്റും. ഈ ലൈറ്റിൻ്റെ കൂടെ ഒരു സ്വിച്ച് കൂടി ഉണ്ട്. ഇത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പിന്നെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനൊക്കെ ആയിട്ട്. ഇതിൽ 4 ബട്ടൺസ് ആണുള്ളത്. അപ്പോൾ അത് ഓരോന്നും ഞാനിത് കണക്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. പിന്നെ ഈ പിന്ന് നമുക്ക് ചാർജറിൻ്റെ അഡാപ്റ്ററിലോ അല്ലെങ്കിൽ പവർ ബാങ്കിലോ ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഒരു സംഭവം നമ്മുടെ ട്രൈപോഡും റിംഗ് ലൈറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. ഇതില്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മൾട്ടിപ്പിൾ ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ആവശ്യം വരിക. നോർമൽ യൂസിന് ഇത് ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ്. ഇനി ട്രൈപോഡ് കൂടി കാണിച്ചിട്ട് നമുക്കിത് കണക്ട് ചെയ്യാം. ഈ ട്രൈപോഡിൻ്റെ മുകളിൽ സൂപ്പർ CRP യൂണിവേഴ്സൽ ട്രൈപോഡ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ ഇൻസ്ട്രക്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ട്രൈപോഡിൻ്റെ പ്രൈസ് 600 രൂപയാണ്. റിംഗ് ലൈറ്റിന് 400ഉം ട്രൈപോഡിന് 600ഉം. അങ്ങനെ ടോട്ടൽ 1000 ആണ് എനിക്കായിട്ടുള്ളത്. ഫുൾ ബ്ലാക്ക് കളറുള്ളതാണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല മെറ്റീരിയലാണിത്. ഇതിന് 6 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. അതായത് ഏകദേശം ഒരു 210 സെൻറ്റിമീറ്ററോളം ഉണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ 3 ക്ലാമ്പുകളുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഭാഗമാണ് റിംഗ് ലൈറ്റിലേക്ക് കണക്ട് ചെയ്യുക. ഇവിടെയുള്ള ക്ലാമ്പ് ആദ്യം തന്നെ ലൂസാക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഒരു കുട നിവർത്തുന്നത് പോലെ നിവർത്തി കൊടുക്കാം. അത്രയ്ക്കും അഡ്ജസ്റ്റബിൾ ആണ്. റീൽസ് ചെയ്യുന്നവർക്കും നിന്നിട്ട് വീഡിയോ ചെയ്യുന്നവർക്കും ഒക്കെ ഈ ഒരു ഹൈറ്റ് വളരെ യൂസ്ഫുൾ ആവും. എത്ര വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാനും പറ്റും. അതുകൊണ്ട് എനിക്ക് ഏതായാലും ഇത്ര ഹൈറ്റ് ഒന്നും വേണ്ട, ഒരു നോർമൽ ഹൈറ്റ് മതി. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും മുകളിലത്തെ ഭാഗത്തു നിന്നും ഒക്കെ നമുക്ക് ഇതേമാതിരി ഹൈറ്റ് ഇങ്ങനെ കൂട്ടാൻ വേണ്ടി പറ്റും. ഓരോ ക്ലാമ്പ് ഇങ്ങനെ ലൂസാക്കി കൊടുത്താൽ മതി. എന്നിട്ട് എത്ര ഹൈറ്റ് ആണോ വേണ്ടത് അവിടെ വെച്ചിട്ട് ആ ക്ലാമ്പ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിനെ ഫുൾ സൈസായിട്ട് കാണിച്ചു തരാം. ദാ ഇത്രയും ഹൈറ്റ് ഉണ്ട് ഇതിന്. ഞാൻ പറഞ്ഞല്ലോ 6 ഫീറ്റിൻ്റെ പുറത്തുണ്ട്. ഇത് ഈ സ്റ്റാൻഡിൻ്റെ സെൻറ്ററിലുള്ള ക്ലാമ്പാണ്. അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഇനി അത് താഴ്ന്നു പോകുന്നില്ല. ഇനി താഴെയുള്ള ക്ലാമ്പും ഇതേപോലെ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ മുകളിലാണുള്ളത്. ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ടൈറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് താഴ്ന്നു പോവും. ഇപ്പോൾ കണ്ടോ, നല്ല ഫിക്സഡ് ആയിട്ടുണ്ട്. അടുത്ത പരിപാടി റിംഗ് ലൈറ്റ് ഇതിൻ്റെ മുകളിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഹൈറ്റ് ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ട്രൈപോഡിൽ. ഇതിൻ്റെ മുകളിൽ ഒരു ക്യാപ്പ് ഉണ്ടാവും. ഇത് നമുക്ക് ആവശ്യമില്ല, അവിടേക്ക് മാറ്റി വയ്ക്കാം. റിംഗ് ലൈറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കറക്കി കൊടുക്കാം. കറക്കിയിട്ടാണ് ഇത് ടൈറ്റ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെയാണ് നമ്മൾ മൊബൈൽ വെക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ വലിക്കാൻ വേണ്ടി പറ്റും. വലിച്ചിട്ട് വേണം മൊബൈൽ വെക്കാനായിട്ട്. പിന്നെ ഇത് കണക്ട് ചെയ്യാനുള്ള വയറും സ്വിച്ചും. ഇനി ഇതിൻ്റെ മുകളിൽ മൊബൈൽ ഒന്ന് വെച്ച് നോക്കാം. ഇപ്പം ഞാൻ വെർട്ടിക്കലായിട്ടാണ് വെക്കുന്നത്. നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അവിടെ.
ഇനി നമുക്ക് വീഡിയോ ഹൊറിസോണ്ടലായിട്ടാണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. ഇത് നല്ല ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിൽ നമുക്ക് വെക്കാം. ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ 1.5 വർഷത്തോളം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന എൻ്റെ ഹോം മെയ്ഡ് ട്രൈപോഡ് കാണിച്ചു തരാം. വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ ട്രൈപോഡ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണിത്. ഇനി ഇതിൽ ഓരോ പാർട്സും ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു മഞ്ഞ എൻ്റെ അനിയത്തി കളിച്ചുകൊണ്ടിരുന്ന ഓടക്കുഴലായിരുന്നു. ഈ പച്ചയും അവളുടെ ടോയ്സിൽ പെട്ടിരുന്ന എന്തോ ആണ്, പ്ലാസ്റ്റിക് ആണ് കേട്ടോ സംഭവം. പിന്നെ ഒരു ചെറിയ പീസ് മുളയും. ഇത് പഴയ ബെൽറ്റിൻ്റെ ഒരു റോപ്പാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ മുക്കാലി കെട്ടുന്നത് പോലെ കെട്ടിയിട്ടാണ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൽ എങ്ങനെയാണ് മൊബൈൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് മൊബൈൽ വെക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ DIY ട്രൈപോഡ്. എനിക്കിത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഒരുപാട് കാലം ഞാൻ യൂസ് ചെയ്ത് കുക്കിംഗ് വീഡിയോസ് എല്ലാം ഞാൻ ഇതിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന റിംഗ് ലൈറ്റിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. ഈ പ്ലഗ് ഞാൻ മൊബൈൽ ചാർജറിൻ്റെ അഡാപ്റ്ററിലാണ് കണക്ട് ചെയ്യുന്നത്. സ്വിച്ച് ഇട്ട് നോക്കാം. ഇപ്പോൾ ഇതാ റിംഗ് ലൈറ്റിൻ്റെ മുകളിലുള്ള സ്വിച്ചിൽ ഒരു ബ്ലൂ കളർ കത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും താഴത്തെ ബട്ടൺ ആയിട്ടുള്ള ഓണിൽ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ അതാ കത്തി നമ്മുടെ റിംഗ് ലൈറ്റ്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു പ്ലസ് ബട്ടണാണുള്ളത്. അത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ ബട്ടണിൽ 2 ആരോസ് ആണുള്ളത്. അത് ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന് 3 മോഡ്സ് ഉണ്ട്. 3 രീതിയിലുള്ള കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഓരോന്ന് ഞെക്കുന്ന സമയത്ത് ഇതിൻ്റെ കളേഴ്സ് മാറി മാറി വരും. പിന്നെ മൂന്നാമതായിട്ടൊരു മൈനസ് ബട്ടൺ ആണുള്ളത്. അത് ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് വെച്ചിട്ട് ഇനി പുതിയ വീഡിയോസ് ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.